Okay. 2DF വൻപിച്ച വിജയം നേടും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലുണ്ട്. എൻ്റെ ഇതിലേക്ക് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഈ ജില്ലകളിൽ കാറ്റ് മാറി വീശും. UDF അനുകൂലമായ ഒരു തരംഗമാണ്. സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കിയ വിദഗ്ധന്മാരാണ് പ്രസിഡന്റന്മാർ. അവരുടെ അകത്താണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ഇതിന് ഉന്നതന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. താമസിക്കാൻ ഇതുവരെയുള്ള അളവുകളൊക്കെ മൂടി വയ്ക്കാൻ പറ്റും. വെളുക്കുന്ന നമ്മൾ കട്ടാൻ പിടിക്കുന്നു. അതുകൊണ്ട് പിന്നെ അതിദരിദ്രന്മാരില്ല. തൊഴിൽ നിയമനത്തിൽ മാത്രം രേഖകൾ സഹിതം കാണിക്കാൻ കഴിയും. 902 കിടപ്പ് രോഗികളുണ്ട്. അങ്ങനെ വന്നാൽ ഈ സംസ്ഥാനത്ത് 140 നിയോജനം 1,40,000 പേരുണ്ട്. എന്നിട്ട് അവസാനത്തെ ആളെയും കൈപിടിച്ചുയർത്തി എന്ന് പറയുമ്പോൾ ഒരാളുടെ കണ്ണിൽ പൊടിയിടാൻ. അതുകൊണ്ട് ഇടുക്കി പാക്കേജ് 12,000 കോടി. ഞാൻ നിയമസഭയിൽ ചോദ്യം എഴുതിയിട്ടുണ്ട്. 56 കോടി AS ഉണ്ട്. കളക്ടറേറ്റ് പിടിച്ചു പോയി. ഇതുവരെ ഒരു പൈസയും ചെലവാക്കി. അതുകൊണ്ട് മുഴുവൻ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്ന് പറഞ്ഞ് വീണ്ടും ആളുകൾ കണ്ണിൽ പൊടിയിടാനുള്ള ഈ വ്യത്യാസം ജനങ്ങൾ തിരിച്ചറിയും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തന്നെ വൻപിച്ച തിരിച്ചടി സർക്കാരിനെതിരെ ഉണ്ടാവും. ഐക്യജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും. ഈ സ്വർണ്ണപ്പാളി വിവാദം പറയുമ്പോഴും ആ വിവാദത്തിന്റെ ഒരു പീക്ക് ടൈമിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. പാർട്ടിയിൽ നിന്നും പ്രാഥമിക പക്ഷേ നമ്മുടെ കോന്നി മുൻ MLA എന്താ പേര് പത്മകുമാർ ഇപ്പോഴും അകത്താ. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ രാഹുലിൻ്റെ വിഷയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നാണോ?
കോൺഗ്രസ് പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ചെയ്യാവുന്ന നടപടിയൊക്കെ സ്വീകരിച്ചു. രാഹുലിനെ സംരക്ഷിക്കാൻ ആരും നിങ്ങൾ സാർ സിനിമ വളരെ ഇന്നലെ അതുപോലെ ഒരു സുപ്രധാന വിധിയുണ്ടല്ലോ, ദിലീപ് കേസിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ കേസിൽ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് എല്ലാവരും പറയുകയും അങ്ങനെ ഒരു വിധി മറിച്ച് വരികയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് അടൂർ പ്രകാശ് UDFൻ്റെ കൺവീനർ അദ്ദേഹം രാവിലെ പറയുകയുണ്ടായി, സർക്കാരിന് വേറെ പണിയൊന്നുമില്ലേ, ഇതിൽ വീണ്ടും അപ്പീൽ പോകേണ്ട കാര്യമുണ്ടോ എന്ന തരത്തിൽ ഒരു കമൻറ്റ്. ഓരോരുത്തരുടെ വ്യക്തമായ അഭിപ്രായമാണ്. അപ്പീൽ പോവുക എന്നുള്ളത് ഏത് കേസിലും സ്വാഭാവികമാണ്. നീതി കിട്ടിയെന്ന് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ അതിനെപ്പറ്റി ജഡ്ജ്മെൻറ്റിനെ പറ്റി കമൻറ്റ് പറയാനില്ല. വീണ്ടും അപ്പീൽ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ